ഈ പറയുന്ന പോലെ മറ്റൊരു ലവ്ലി പടമാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയും. അതിലിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ കാര്യങ്ങൾ വളരെ രസകരമായി സംസാരിച്ചു പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ആ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ശരിക്കും ആ ഒരു കംപ്ലീറ്റ് ഒരു റൂൾ ഔട്ട് ശരിക്കും അത് എനിക്കൊന്നു ഒരു കമ്മിങ് ഓഫ് ഏജ് ഒരു കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു ആ സമയത്ത് അത് ഇറങ്ങുമ്പോൾ. ബിക്കോസ് അങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല അതിന് മുൻപ് വരെ. നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് മലയാളം സിനിമ ഞാൻ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പറയപ്പെടുകയല്ല, പക്ഷെ എന്നാൽ പോലും ഓക്കെ ഇന്നവരുടെ ഒരു സിനിമ, ഇന്ന ഡയറക്ടറുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്ങിലും ലൊക്കേഷനിലൊക്കെ ഏറെക്കുറെ വന്നിട്ടുണ്ടാവുക. അതിൽ നിന്നായിരുന്നു പെട്ടെന്ന് സോൾട്ട് ആൻഡ് പെപ്പർ വരുന്നതും പാട്ടാണെങ്കിലും എല്ലാം മനസ്സിൽ തട്ടി. ഇപ്പോഴും നമുക്ക് പ്രേമിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഇന്നും ആൾക്കാർ അതുപോലെ പല പാട്ടുകൾ പാടി നടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് അതിൽ കുറച്ചുകൂടെ എനിക്കൊന്ന് യാത്രകൾ വളരെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നുണ്ടാവില്ലേ അന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലെ യാത്ര? ഉറപ്പായിട്ടും അതെ. നമ്മളിതിന് ഒരുപാട് R&D ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മുസ്രീസിലൊക്കെ പോയിട്ട് ഈ ക്യാരക്ടറിൻ്റെ അയാളൊരു ആർക്കിടെക്റ്റാണ്, അല്ല സോറി, എന്താണ് പറയുന്നത്, ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുസ്രീസിൽ പോയി അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു എൻ്റെ. പിന്നെ ഈ ഫുഡ് ബേസ് ചെയ്തിട്ട് കുറച്ച് ട്രാവൽ ചെയ്ത് നോക്കി പല സ്ഥലങ്ങളിലും. അല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന്റെ നറേഷനാണ് ഇന്ന് നമ്മൾ ഒരു ഇതിൽ വിസ്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ആ കഥ വെച്ച് നമ്മൾ നട്ടാൻ മുളയ്ക്കാത്ത നുണയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റിൽ നമ്മുടെ വീട്ടുകാരോടൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടാ നമ്മൾ അങ്ങനെ പഴയ സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല, 2-3 ദിവസം വെച്ച സാധനങ്ങളൊന്നും കഴിക്കാറില്ല, വളരെ ഫ്രഷേ കഴിക്കാറ്. അപ്പോൾ ഈ 4 ദിവസമൊക്കെ ഉണ്ടാക്കി കേക്ക് ഇങ്ങനെ കഴിക്കും. പക്ഷെ അതിൻ്റെ ഉള്ള അമ്മയുടെ പഴയ ഭക്ഷണമൊന്നും കഴിക്കണ്ട അതറിയില്ലായിരുന്നു. അതൊക്കെ ശുദ്ധം. അപ്പം നമ്മൾ തന്നെ എഴുതി. പിന്നെ അതിനിങ്ങനെ ലെയർ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മറ്റേ പിന്നെ അയാൾ നോക്കിയൊന്നു ആൽമണ്ട് ഇട്ടു, അതിന് ചെറി ഇട്ടു, അതിട്ടു എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസങ്ങളായല്ലോ. അപ്പം ഇത്രയും ദിവസം ഈ ഓരോ ലെയറും വെച്ചോണ്ടിരിക്കും. അത് ഇന്നായിരിക്കും അത് ചിലപ്പോൾ ആൾക്കാർക്ക് പൊളിയുന്നുണ്ടാവുക, പുറത്തോട്ട് വരുന്നുണ്ടാവുക, ഒരു കള്ളത്തരമായിരുന്നു എന്നുള്ളത്.